Hi all, welcome to once. S4 Civil subject important subject design of concrete structures. അതിലെ third module course code PBCET 404. അതിലെ third module ഉള്ള limit state of serviceability. അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളൊരു ഇൻട്രോ ക്ലാസ്സസിൽ, അതായത് എന്താണ് ഫസ്റ്റ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ദെൻ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡ്, ദെൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് അല്ലെ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്ന വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. എന്തായിരുന്നു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഷുഡ് ബി സർവീസിബിൾ. നമ്മൾ പണ്ട് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇവോൾവ് ചെയ്ത, അതായത് ഏറ്റവും പണ്ടത്തെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ്, ഏറ്റവും ഫസ്റ്റ് എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് എന്ത്? വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഫോർ ദ ഡിസൈൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് ഓൾ. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? അവിടെ ചെയ്തിരുന്നത് സർവീസിബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ലോഡ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ. ദാറ്റ് ഈസ് വെൻ വി ആർ കമ്മിങ് ടു ദി സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. ഇപ്പൊ ഒരു സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ആണെങ്കിൽ ഇങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് വേരി ചെയ്യുന്നത്. ഇവിടെ സ്ട്രെസ്, ഇത് സ്ട്രെയിൻ. ഇതിന്റെ ഈ ഒരു ലീനിയർ പോർഷൻ, ഈ ലീനിയർ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ ഓൺലി അല്ലേ. ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യും. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ. ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ദിസ് ഇസ് ഫോർ സ്റ്റീൽ. അതുപോലെ കോൺക്രീറ്റിനും അതായത് നമുക്ക് റിസ്ക് എടുക്കാതെ മാക്സിമം ഇലാസ്റ്റിസിറ്റി വരുന്ന ആ ഒരു കണ്ടീഷൻ മാത്രം, ഏതൊരു മെറ്റീരിയലിന്റെയും ഇലാസ്റ്റിസിറ്റി വരുന്ന ആ ഒരു കണ്ടീഷനിൽ മാത്രം, അത്രയും മാത്രം സ്ട്രെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം എന്ത്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. അപ്പോ സ്ട്രെസ് കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഏരിയ അങ്ങ് കുറെ കൂട്ടും. അപ്പോൾ ഓഫ് കോഴ്സ് സ്ട്രെസ് കുറയും. അപ്പൊ വലിയ വലിയ സ്ട്രക്ചേഴ്സ് ആയിരിക്കും പണ്ടത്തെ സ്ട്രക്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. മേ ബി 300 നമ്മളിപ്പോ ഇവിടെ 300/200 അല്ലെങ്കിൽ 300/450 ഉള്ള ഒരു ബീം മേ ബി 600/600 ആയിരിക്കും അന്ന് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസബിലിറ്റി വിൽ ബി ഹൈ. ഭയങ്കര സർവീസബിലിറ്റി ആയിരിക്കും. നമുക്ക് ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യാം. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ നമ്മൾ പറയുമല്ലോ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി ലാസ്റ്റ് ചെയ്യും. പറഞ്ഞ പോലെ ഒരുപാട് നാള് നിൽക്കും ഇത്. ഒരുപാട് നാള് ഇതിന്റെ സർവീസബിൾ ഏജ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്കത് എക്കണോമിക്കലാണോ? അല്ല. കാരണം നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമല്ല, ഈ സ്റ്റീല് ആക്ച്വലി ഇപ്പൊ സപ്പോസ് ഐ എം ടേക്കിംഗ് ദ കണ്ടീഷൻ ഓഫ് എ സ്റ്റീൽ, ഇവിടം വരെ ഇതിന് ബ്രേക്കിംഗ് പോയിന്റ് വരെയുള്ള ഒരു സ്ട്രെങ്ത് അതിനുണ്ട്. വൈ വി ആർ നോട്ട് ടേക്കിംഗ് ദിസ് പോർഷൻ? ഇവിടെയുള്ള പോർഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, എന്നാലേ ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ അല്ലേ. അപ്പോൾ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ എന്താ പഠിച്ചത്? ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ സേഫ്റ്റിയാണ്. അതായത് അൾട്ടിമേറ്റ് വർക്കിംഗ് സ്ട്രെസ് കഴിഞ്ഞ് നേരെ പോയത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡാണ്. അതിലാണ് എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സേഫ്റ്റി വന്നത്. സേഫ്റ്റി കൺസേൺ മാത്രം. അപ്പൊ അവിടെ സർവീസിബിലിറ്റി നോക്കിയില്ല, സേഫ്റ്റി മാത്രം യൂസ് ചെയ്തിട്ടാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഈൽഡ് സ്ട്രെസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ചെയ്തത്. പക്ഷെ അപ്പൊ അവിടെയും സർവീസിബിലിറ്റി കണ്ടീഷൻ പ്രശ്നമാണ്. സേഫ്റ്റി മാത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 കൊല്ലം കഴിയുമ്പോൾ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി കോപ്പപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബോത്ത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സേഫ്റ്റി ഷുഡ് ബി ഇൻക്ലൂഡഡ്. ആ രണ്ട് ഡിസൈൻ കൂടി ഒരുമിച്ചാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സർവീസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്ത് മാത്രം ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ ഈ സർവീസിബിലിറ്റിയിൽ വരുന്ന, നമ്മൾ സേഫ്റ്റിയിൽ വരുന്ന കൺസേൺ ആണ് ഫസ്റ്റ് പഠിച്ചത്, ഫസ്റ്റ് ബീമിൽ പഠിച്ചത്, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ഫ്ലക്ചർ, അത് ബെൻഡിങ്ങിന്റെ ഫ്ലക്ചർ, ഈ വക കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഷിയർ, ടോർഷൻ, ഇതെല്ലാം വരുന്നത് അണ്ടർ സേഫ്റ്റി കൺസേൺ, സേഫ്റ്റിയിൽ വരുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ അതിന്റെ ഡിസൈനാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർവീസിബിലിറ്റിക്ക് ഉള്ള ഡിസൈനാണ്. ഓക്കെ, സർവീസിബിലിറ്റിക്ക് വേണ്ടിയും ഡിസൈൻ ചെയ്യണം. അതാണ് ലിമിറ്റ് സ്റ്റേറ്റ് പറയുന്നത്, ലൈക്ക് വർക്കിംഗ് സ്ട്രെസ് പറഞ്ഞ പോലെ. അപ്പോ സർവീസിബിലിറ്റിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്യൂറബിലിറ്റി, സർവീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കൺസേൺ എന്താണ്? ഡ്യൂറബിൾ ആയിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ ഷുഡ് ബി ഡ്യൂറബിൾ, ഫോർ ലോങ് ടേം ഡ്യൂറബിൾ ആയിരിക്കണം.
Okay, so limit state of serviceability ensures satisfactory performance of the reinforced concrete structures under normal working loads during the service life. അവരുടെ സർവീസ് ലൈഫിൽ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ അത് വർക്ക് ചെയ്യാൻ പറ്റണം. It focuses on usability, comfort, durability and appearance rather than the safety. സേഫ്റ്റിനേക്കാൾ കൂടുതൽ ഡ്യൂറബിലിറ്റി, അപ്പിയറൻസ് അല്ലേ. ചിലപ്പോൾ ഒരു ക്രാക്കിംഗ് ഒക്കെ വരും ചെറിയ രീതിയിൽ. നമുക്കറിയാം ആ ക്രാക്കിംഗ് കൊണ്ട് ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ. അത് കുറേ നാളുകൂടി അങ്ങ് പോകും. അതല്ലേ, അതാണ് സേഫ്റ്റിയിൽ മാത്രം നോക്കും. പക്ഷെ ഡ്യൂറബിലിറ്റി വെച്ച് നോക്കുമ്പോൾ, സർവീസബിലിറ്റി വെച്ച് നോക്കുമ്പോൾ, കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ക്രാക്ക് ഓൾസോ ഷുഡ് നോട്ട് ബി വിസിബിൾ. എസ്തറ്റിക്കിനോട് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ക്രാക്ക് പോലും ഇല്ലാതെ നമ്മുടെ സ്ട്രക്ചർ ഇരിക്കണം. ഓക്കെ, അപ്പം യൂസബിലിറ്റി, കംഫർട്ട്, ഡ്യൂറബിലിറ്റി ആൻഡ് അപ്പിയറൻസ്, ഇതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ദെൻ ബേസിക് സർവീസ് ഡിസൈൻസ് ഏതൊക്കെയാണ്? സർവീസബിലിറ്റി ഡിസൈനിൽ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്ന എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റ്സ് എക്സസീവ് ഡിഫ്ലക്ഷൻ ആൻഡ് ക്രാക്കിംഗ്. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ക്രാക്കിംഗ് ഉണ്ടാവും. അതിന് എഗെയിൻസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താ പറയുക ഡിസൈനാണ് ഫസ്റ്റ് വൺ വരുന്നത്, സർവീസബിലിറ്റി ഡിസൈൻ. ദെൻ പ്രോപ്പർ ഫങ്ഷൻ ഓഫ് ദി സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ഒരു കോളം വർക്ക് ചെയ്യാണ്ടിരുന്നാൽ ചിലപ്പോൾ ആ ലോഡ് പ്രശ്നമാവും അല്ലേ. ഇപ്പൊ ഒരു 10 കോളം ഉണ്ട്, പക്ഷെ ഒരു കോളത്തിൽ ഈസി ട്രാൻസ്ഫറിങ് ഓഫ് ലോഡ് നടക്കുന്നില്ല, അവിടുത്തെ സ്റ്റീലിനൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അവിടെ ചെറിയ ക്രാക്സ് സംഭവങ്ങളും വരാം. അവിടുത്തെ ലോഡിങ് ട്രാൻസ്ഫർ ഈസി ആവില്ല. സോ എൻഷുർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സ്ട്രക്ചർ. Then it is all mentioned in clause 22 of IS 456/2000, limit state of serviceability. Then serviceability criteria, main criteria are control of deflection, cracking, long-term durability effects. ഇത് മൂന്നുമാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ഡിസൈനിൽ പഠിക്കുന്നത്. Then this is the clauses that is referring, that is describing the effect of, ഇവിടെ കാണാം 23.2 control of deflection. ഈ ഒരു ക്ലോസസിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഡിഫ്ലക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്. ഹാവ് ടു റീഡ് ദിസ്. Okay, it entirely describe about the deflection condition we need to take under the design. Then deflection control IS 23.IS456 പറയുന്നത് ലൈക്ക് ഇതിന്റെ ഒരു രത്ന ചുരുക്കമാണ്. ഓക്കെ, സ്പാൻ ടു എഫക്റ്റീവ് L/D റേഷ്യോ യു ഷുഡ് ടേക്ക്. L/D റേഷ്യോ ഒക്കെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. L/D റേഷ്യോ അപ് ടു 10 മീറ്റർ ആണെങ്കിൽ, കാൻഡിലീവർ ബീം ആണെങ്കിൽ 7, സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 20, കണ്ടിന്യൂസ് ആണെങ്കിൽ 26 L/D. ആൻഡ് എക്സീഡിങ് 10 ആണെങ്കിൽ ഇൻറ്റു 10 ചെയ്യണം. പിന്നെ ഇതിന്റെ കൂടെ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ വരും. ആ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ സം ഫിഗേഴ്സ്. 2 ഫിഗർ ഉണ്ട്, ഫിഗർ 4 ആൻഡ് ഫിഗർ 5. ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റീലിന്റെ കണ്ടീഷനും കോൺക്രീറ്റിന്റെ കണ്ടീഷനും അനുസരിച്ച് ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ആ ഫിഗറിൽ നിന്ന്, ഫിഗർ 4 and 5 ഓഫ് IS 456, ആ ഫിഗറിൽ നിന്ന് നമുക്കൊരു മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടും. ആ L/D റേഷ്യോ, ഇപ്പൊ L/D റേഷ്യോ 7 ആണെന്ന് വിചാരിച്ചു കാൻഡിലീവറിന്റെ, അത് ഇൻറ്റു ആ മോഡിഫിക്കേഷൻ ഫാക്ടർ ചെയ്താലേ നമുക്ക് കറക്റ്റ് L/D റേഷ്യോ കിട്ടുള്ളൂ. ആ മോഡിഫിക്കേഷൻ ഫാക്ടർ ഷുഡ് ഗെറ്റ് ഫ്രം ഫിഗർ 4 and ഫിഗർ 5. ഓക്കെ, ദീസ് ആർ ദി ഓൾ കണ്ടീഷൻസ് ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഇതാണ് ബാക്കിയുള്ളതൊക്കെ പറയുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ 4 and 5 ഡെമോൺസ്ട്രേറ്റിംഗ് ദ മോഡിഫിക്കേഷൻ ഫാക്ടർ. മോഡിഫിക്കേഷൻ ഫാക്ടർ സെലക്ട് ചെയ്യുന്നത് സ്റ്റീലിന്റെ പെർസെൻറ്റേജും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ, ഇപ്പൊ FE 415 സ്റ്റീൽ ആണെങ്കിൽ അതിന്റെ FS സ്ട്രെസ്, ഓക്കെ, ആ സ്ട്രെസ്സും സ്റ്റീലിന്റെ പെർസെൻറ്റേജും, സ്റ്റീലിന്റെ സർവീസ് സ്ട്രെസ് ആണിത്. ഓക്കെ, ആ സ്ട്രെസ്സും പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലും അനുസരിച്ചാണ് നമ്മൾ മോഡിഫിക്കേഷൻ ഫാക്ടർ സെലക്ട് ചെയ്യുന്നത്. സപ്പോസ് 1.6 ആണ് എൻ്റെ പെർസെൻറ്റേജ്, 1.6% ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്റ്റീലിൻ്റെ സ്ട്രെസ്സസ് 240 ആണെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് കിട്ടുന്ന മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ബിറ്റ്വീൻ 0.8 and 1.2, ലൈക്ക് 0.9 സംതിങ് ആയിരിക്കും എൻ്റെ മോഡിഫിക്കേഷൻ ഫാക്ടർ. അപ്പോൾ ആ L/D ഇൻറ്റു ദാറ്റ് മോഡിഫിക്കേഷൻ ഫാക്ടർ. L/D 7 ആണ്, L/D 20 ആണ്, ആ 20 ഇൻറ്റു ദിസ് 0.9 ആക്ട് ചെയ്താലേ കറക്റ്റ് L/D റേഷ്യോ എനിക്ക് കിട്ടുള്ളൂ. ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഫിഗർ 4 യൂസ് ചെയ്യുന്നത് മോഡിഫിക്കേഷൻ ഫാക്ടർ ടെൻസൈൽ റീൻഫോഴ്സ്മെന്റ് ഉള്ള കേസിലാണ്. ഫിഗർ 5 മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ കംപ്രഷൻ റീൻഫോഴ്സ്മെന്റിനുള്ളതാണ്. ലൈക്വൈസ് ഇറ്റ് ഈസ് മേരി. ഓക്കെ, ദെൻ അത് കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷന്റെ കേസസ് ആണത്. ഇനി കൺട്രോൾ ഓഫ് ക്രാക്കിങ്ങിലേക്ക് വരാം.
ക്രാക്കിംഗ് കൺട്രോളിൽ ആസ് പെർ ക്ലോസ് 35 ഓഫ് IS 456 35 ക്ലോസസിലുണ്ട് നിറച്ചു എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ക്രാക്സ് ഷുഡ് നോട്ട് ഇമ്പയർ ഡ്യൂറബിലിറ്റി ഓർ അപ്പിയറൻസ്. ക്രാക്കിങ്ങിന് ഇരുന്ന് വൃത്തികേട് വരാൻ പാടില്ല. നമുക്ക് എസ്തെറ്റിക് അപ്പിയറൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതിന്റെ അപ്പിയറൻസിനെയും അതിന്റെ ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ദെൻ ബാർ സ്പേസിങ്ങും ഡയമീറ്ററും ഒക്കെ ആയിരിക്കണം. അതൊക്കെയാണ് ക്രാക്കിങ്ങിന്റെ മെയിൻ കോസസ്. നമ്മൾ കറക്റ്റ് റീൻഫോഴ്സ്മെന്റും കറക്റ്റ് സ്പേസിങ്ങിലും കറക്റ്റ് ഡയമീറ്ററും ഒക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് സ്റ്റീല് വേണ്ടതൊന്നും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവിടെ ക്രാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ക്രാക്ക് വിഡ്ത്ത് നമ്മുടെ IS കോഡ് പറയുന്നത് 0.3 ആണ് നോർമൽ എക്സ്പോഷർ കണ്ടീഷനിൽ. മാക്സിമം ക്രാക്ക് വിഡ്ത്ത് അത്രേ വരാൻ പാടുള്ളൂ. 0.2 ആണ് സിവിയർ എക്സ്പോഷർ കണ്ടീഷൻസ്. സിവിയർ എക്സ്പോഷർ കണ്ടീഷൻസ് മീൻസ് ഇപ്പോൾ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ അസഡിക് കണ്ടീഷൻസ് ഒക്കെ വരുന്ന ബിൽഡിങ്സിൽ 0.2 വരെയാണ് ക്രാക്കിന്റെ വിട്ട് വരാൻ പാടുള്ളൂ. നോർമലി ഉള്ളൊരു ടെമ്പറേച്ചർ ഉള്ളൊരു അവിടെ ഉള്ള സ്ട്രക്ചർ ആണെങ്കിൽ 0.3 വരെയാണ് ക്രാക്ക് വിട്ട് വരാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ these are the conditions for the cracking. ക്രാക്കിങ്ങിന്റെ എല്ലാം ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി, ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ്, ദീസ് ഓൾ ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ the session clause 35 of IS 456. Okay, then durability and long term behavior. അപ്പൊ സർവീസബിലിറ്റി എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ക്രീപ്പ്, ഷ്രിങ്കേജ്, ടെമ്പറേച്ചർ ഇഫക്റ്റ്. നമുക്കറിയാം അല്ലെ, ക്രീപ്പ്, ഷ്രിങ്കേജ് എന്നൊക്കെ പറയും. ക്രീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ആണ്. കുറെ നാൾ കഴിയുമ്പോൾ, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സ്ട്രെയിൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. സ്ട്രെസ് അവിടെ നിൽക്കും, സ്ട്രെയിൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ അവിടെ ക്രാക്സ് ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഷ്രിങ്കേജ് എന്ന് പറയുന്നത് എന്താ? ചേഞ്ചസ് കാരണം, അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കണ്ടീഷൻസും ചേഞ്ചസും കാരണം എന്താ പറയുക, എക്സ്പാൻഡും കോൺട്രാക്റ്റും ചെയ്യും. അങ്ങനെ കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഷൻ ഇങ്ങനെ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ക്രാക്ക് ഇൻ ബിറ്റ്വീൻ ആ സ്ട്രക്ചറിനുണ്ടാവും. അതാണ് ഷ്രിങ്കേജ്. ലൈക്വൈസ് ടെമ്പറേച്ചർ, നമ്മൾ ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങും കോൾഡ് വെതർ കോൺക്രീറ്റിംഗും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ടെമ്പറേച്ചർ എഫക്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സംഭവിക്കുക? പെട്ടെന്ന് ടെമ്പറേച്ചർ ഭയങ്കര കൂടുകയാണെങ്കിൽ പ്രോപ്പർ ഹാർഡനിങ് സംഭവിക്കാതെ പെട്ടെന്ന് ഇത് ഹാർഡൻ ആവും. നമ്മൾ ക്യൂറിങ് ഒന്നും വേണ്ട വിധി ചെയ്തില്ലെങ്കിൽ അവിടേക്ക് എന്ത് സംഭവിക്കാം? ക്രാക്ക് ഉണ്ടാവും. കാരണം എന്താ? അതിന് കറക്റ്റ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യണേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ അതിലെ കറക്റ്റ് കോൺക്രീറ്റിന്റെ ഫോർമേഷൻ, CSH ജെല്ലൊക്കെ കറക്റ്റ് പ്രിപ്പയർ ആവുന്നതിന് മുമ്പേ നമ്മൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡൻ ആവും കോൺക്രീറ്റ്. അപ്പൊ നമ്മൾ ക്യൂറിങ്ങും കൂടി ചെയ്തില്ല, നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ക്യൂറിങ്ങും കൂടി ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ക്രാക്സ് ഉണ്ടാവും. ഓക്കെ, ഈ എഫക്ട്സ് എല്ലാം ഡ്യൂറബിലിറ്റിക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. ഒരു സ്ട്രക്ചറിന്റെ ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്രീപ്പ്, ഷ്രിങ്കേജ് ആൻഡ് ദിസ് ടെമ്പറേച്ചർ എഫക്ട്സ്, ഇതെല്ലാം. ഓക്കെ, ദെൻ IS 456 ലിമിറ്റ്സ്. അപ്പം ഈ എഫക്ട് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാട്ടർ സിമെന്റ് റേഷ്യോ മെയിൻലി നമ്മളോട് പറയുന്നുണ്ട്. വാട്ടർ സിമെന്റ് റേഷ്യോ ഷുഡ് ബി ലിമിറ്റഡ്. അതാണ് നമ്മൾ IS 10262 ഡിസൈൻ കോഡൊക്കെ പഠിക്കുമ്പോൾ ഡിസൈൻ കോഡിലുണ്ട് വാട്ടർ സിമെന്റ് റേഷ്യോ ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. വർക്കബിലിറ്റി ഉണ്ടാവുകയും ചെയ്യണം, അതുപോലെ തന്നെ വർക്കബിലിറ്റി കൂടാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഇഷ്യൂ വരും. വാട്ടർ കൂടുന്നത് ഫസ്റ്റ് ഓക്കെയാണ്, പിന്നീട് അങ്ങനെ ഡ്യൂറബിലിറ്റി വരുമ്പോൾ ഈ വാട്ടർ സിമെന്റ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്ട്രക്ചറിനെ ഡ്യൂറബിലിറ്റി കണ്ടീഷന് അല്ലെങ്കിൽ ലോങ് ടേം ബിഹേവിയറിന് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ലൈക്ക് ഈ ക്രീപ്പ്, ഷ്രിങ്കേജ്, സെഗ്രിഗേഷൻ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുമ്പോഴാണ്. ലൈക്ക് മിനിമം സിമെന്റ് കണ്ടീഷൻ, സിമെന്റ് കണ്ടന്റ് പറയുന്നുണ്ട് IS 10262 മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ. മിനിമം സിമെന്റ് നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനനുസരിച്ച്, നമ്മൾ ഏത് ഗ്രേഡാണ്, M25 ആണോ M30 ആണോ, അതിനനുസരിച്ച് നമുക്ക് ഇത്രയും മിനിമം സിമെന്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കോഡ്. അപ്പൊ അത് യൂസ് ചെയ്തില്ലെങ്കിലും ഡ്യൂറബിലിറ്റിക്ക് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നോമിനൽ കവർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റീലും കോൺക്രീറ്റിന്റെ ഇടയിലുള്ള അല്ലേ? അപ്പൊ ഈ സ്റ്റീല് കോൺക്രീറ്റിനുള്ളിൽ നമ്മൾ സ്റ്റീൽ ഇടുമ്പോൾ ഈ സ്റ്റീല് പുറത്ത് കാണുന്ന രീതിയിലൊന്നും നമ്മൾ സ്റ്റീൽ ഇടരുത്. അപ്പൊ എന്ത് സംഭവിക്കും? സ്റ്റീലിന് കൊറോഡ് ചെയ്യും. എക്സ്പോഷർ കണ്ടീഷൻസും ടെമ്പറേച്ചർ ചേഞ്ചസും റെയിനൊക്കെ വരുമ്പോൾ ഇതിനെന്ത് സംഭവിക്കും? സ്റ്റീൽ കൊറോഡ് ചെയ്യും. സ്റ്റീലിന്റെ എഫിഷ്യൻസിനെ അത് ബാധിക്കുന്നത്, ക്രാക്ക് ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സ്റ്റീല് കോൺക്രീറ്റിന്റെ ഉള്ളില് ഒരു കവർ എന്നാണ് അതിനെ പറയുന്നത്. സ്റ്റീല് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺക്രീറ്റിന്റെ ഒരു ഡെപ്തിന് ശേഷം മാത്രമായിരിക്കണം. ആ ഒരു ഡെപ്തിനെ നമ്മൾ കവർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇതെല്ലാം ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. Then serviceability limits its importance, ensures comfort and usability, prevents damage to finish and partitions, improves durability and appearance, ensures long-term performance of the structures. So these all are the main thing we are going to design for the durability condition. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഐദർ കോളത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ ഓപ്ഷനായിട്ട് ചിലപ്പോൾ മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ടോ, എന്തായാലും അത് പോർഷനിലുള്ളതാണ്, ക്രാക്കും ഡിഫ്ലക്ഷനും ആയിരിക്കും. അപ്പോൾ ഡ്യൂറബിലിറ്റിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നത് ക്രാക്ക് ആൻഡ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ക്രാക്ക് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട് എക്സാമിന്. ഓക്കെ, സോ ഇതിന്റെ പ്രോബ്ലംസും ഇതിന്റെ ഡിസൈൻ പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിന്റെ കറക്റ്റ് സെഷൻസിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാം, പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.